പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നിട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം, ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചേച്ചിമാരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം. ഒറ്റ വീഡിയോയിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ അങ്ങനെ പൊതുവെ പറയാറില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതെടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെന്താ, സ്കൂളൊക്കെ തുറക്കണ നേരമായി തുടങ്ങിയില്ലേ. അപ്പോൾ നമ്മുടെ ചേച്ചിമാർ കുട്ടികളുള്ള ചേച്ചിമാരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ അവരൊക്കെ തിരക്കിലാവും. ഉണ്ണിമാർ, ചെറിയ ഉണ്ണിമാർ പഠിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടാവും. നമ്മുടെ ഫ്ലാറ്റിലുണ്ട് കേട്ടോ ചെറിയ ഉണ്ണികളൊക്കെ. അവരൊക്കെ പഠിക്കാൻ പോകാനായിട്ട് കുറച്ച് മടിയൊക്കെ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകണ ചെറിയൊരു ഉണ്ണി വരെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിൽ. അപ്പോൾ അവരൊക്കെ ചെറുതായിട്ട് മടിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉമ്മയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നമുക്ക് പോകണ്ടേ, ബാഗ് മേടിക്കണം, വാട്ടർ ബോട്ടിൽ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കരമായിട്ട് അവരെ സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കരച്ചിൽ തന്നെയാണ്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് അതൊക്കെ കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാസത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ചാനലിലത്തെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം. ഇനിയിപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ നമുക്ക് പറയും വേണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒരുവിധം ഒതുങ്ങി. ഇന്ന് രാവിലെ നമുക്കൊരു നെഗറ്റീവ് ഒന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതിൽ. അപ്പോൾ ആ കുട്ടി നമ്മളോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഇന്ന് പേര് ഞാൻ പ്രത്യേകം നോക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം. അതിൽ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നെഗറ്റീവ് കമൻറ്റ് ഇടുമായിരുന്നു എന്നുള്ളത് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാനായിട്ട് തയ്യാറാവുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ നെഗറ്റീവ് കേട്ടാലും കേട്ടില്ലെങ്കിലും കാര്യമില്ലല്ലോ. എല്ലാം നമുക്ക് കിട്ടാനുള്ളതോ അനുഭവിക്കാനുള്ളതൊക്കെ പോയില്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക മുഴക്കമുണ്ട് കേട്ടോ. കാരണം ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞല്ലോ, റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അത്രത്തോളം ശബ്ദം ഉണ്ട് കേട്ടോ നമുക്ക്. ഈ ഒരു റോഡ് സൈഡിൻ്റെ ആയതുകൊണ്ടല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ബോറടിക്കരുത് കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ള, വലിയ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെന്താ വേറൊരു കാര്യം പറയാനുള്ളത്, ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, എനിക്ക് ഒത്തിരി വിഷമത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിട്ടാണോ വിഷമത്തിലുള്ള കാര്യം പറയണമെന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഡെയിലി നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് സ്റ്റിച്ചിങ് ഉണ്ട്, കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പിന്നെ ഇനി വലിച്ചു നീട്ടണില്ല, കാര്യത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ രാജീവേട്ടൻ, നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, രാജീവേട്ടൻ എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ എൻ്റെ പേര് സുബിന എന്നാണ് കേട്ടോ. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കഴിയുന്നത് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കാം. എൻ്റെ പേര് സുബിന എന്നാണ്. നമ്മൾ ഓട്ടുപാറ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്താ പറയുക, ഞാൻ അവിടെ ശബ്ദം ആയതുകൊണ്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത്, രാജീവേട്ടന്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് രാജീവേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രാജീവ് എന്നാണ് പേര്. അപ്പോൾ രാജീവേട്ടന് ഒരാഴ്ചയായിട്ട് ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളുടെ വണ്ടിയുടെ സൈറ്റിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ കുന്നംകുളത്ത് പെരുമ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി സൈറ്റിലേക്ക് വരുന്ന വഴിക്ക് ഒരു എതിരെ വന്നിട്ടുള്ള ഒരു ബൈക്ക് ആളുടെ ബൈക്കിന് മേലെ വന്ന് ഇടിച്ചു. അങ്ങനെ ആൾക്ക് കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, ബാക്കിൽ ഹെൽപ്പറായിട്ട് പോണ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് യാതൊരു പ്രശ്നം പറ്റിയില്ല. രാജീവേട്ടൻ ആദ്യം ആ കുട്ടീനെയാണ് ഇടിച്ച് വീണപ്പോൾ ആദ്യം ആ കുട്ടീനെയാണ് നോക്കിയത്. അപ്പോൾ അവന് യാതൊരു പ്രശ്നവും കണ്ടില്ല എന്ന് കണ്ടു. പിന്നെ നേരെ രാജീവേട്ടൻ നോക്കിയപ്പോൾ ആളുടെ കാലെടുക്കാനായിട്ട്, വണ്ടിയുടെ ഇടയിൽ നിന്ന് കാലെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ട് നോക്കിയപ്പോൾ ആകെ ബ്ലഡൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ കൂടി ആളെ നേരെ അത് എന്താ പറയുക, പെരുമ്പിലാവ് അൻസാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്ന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷേ ആൾക്ക് 12 സ്റ്റിച്ച് ഉണ്ട്, 2 മുറിവുകളുണ്ട്, ആഴത്തിലുള്ള 2 മുറിവുകളുണ്ട്. അപ്പം അതിൽ 12 സ്റ്റിച്ച് ഉണ്ട് കേട്ടോ ആൾക്ക്.
അപ്പോൾ ആ 12 സ്റ്റിച്ച് മാത്രമല്ല കാലിൻ്റെ മുട്ടിലും അതുപോലെ തന്നെ കാൽപാദത്തിൻ്റെ അടിയിൽ അതുപോലെ വയറിൻ്റെ സൈഡിൽ പിന്നെ കൈമുട്ടിൽ കൈത്തണ്ടയിലൊക്കെ ആൾക്ക് ഒരുപാട് ബ്ലഡ് ക്ലോട്ട് ആയിട്ടുള്ള കുറേ പാടുകളും ശരീരമൊക്കെ ഇങ്ങനെ വേദനിച്ചിട്ട് അന്നത്തെ ഒരു ദിവസം ആൾ കയറി വന്നത് ഒരാഴ്ച ഇത് പറ്റിയിട്ട് ഞാൻ പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള വീഡിയോ ഇടാനുള്ള ഒരു മനസ്സും കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പോഴാണ് കേട്ടോ എനിക്ക്. പിന്നെ അത്രത്തോളം വേദനിച്ചിട്ട് ഒരു ചെറിയൊരു മുറിവ് പറ്റിയാൽ തന്നെ നമുക്കറിയാലോ. പക്ഷെ ഇത് നിറയെ മുറിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആൾ കയറി വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ മുറിവുകൾ പിന്നെ നമുക്ക് അവഗണിക്കാമല്ലോ. അപ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ട് അൻസാറിന്ന് ആൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കയറി വന്ന് നമുക്ക് ഈ കോണി നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി വരുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റെപ്പുകൾ കയറാനും ഇറങ്ങാനും ഭയങ്കര പാടാണ്. ആളെ പിടിച്ചിട്ടാണ് അവർ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതേ ഇത്രയും ദിവസമായിട്ടും ആളുടെ കാലിന് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഇതിന്ന് മുറിവ് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇരിക്കണ ഒരു സമയമാണ്. അപ്പോൾ കാല് നമ്മൾ തലേണൊക്കെ വെച്ചിട്ടാണ് ഇരിക്കാറ്. ഇപ്പോഴേ കോണിയൊക്കെ കയറി വന്ന് കാലൊന്ന് അനക്കാൻ വയ്യാണ്ട് ആളിരിക്കുകയാണ്. അപ്പം മൊബൈൽ നോക്കി ഇരിക്കുന്നുണ്ട്, കാരണം വേദനയൊന്നും മാറ്റിയെടുക്കാമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ 2 കാലം ഒപ്പം വെച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ജനലിൽ കൂടെ താഴേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് റോഡ് സൈഡൊക്കെ ഒന്ന് കാണാമല്ലോ. കുറച്ച് ദിവസമായാലും ഇപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് എന്നെ വലിയ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തില്ല. പിന്നെ രാജുവേട്ടന് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ അതും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. പക്ഷേ എനിക്ക് ഈ ഒരു വേദന കണ്ടിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് എനിക്കത് സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും രാജുവേട്ടൻ പറഞ്ഞു, നീ ഇതൊക്കെ ഇട്ടൊരു വീഡിയോ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് 2 ദിവസമായി പറയണു. പക്ഷെ എനിക്ക് ആളുടെ മുഖം ചുളിയണത് വേദന സഹിക്കാൻ വയ്യാണ്ട് ഉള്ള ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഞാൻ പോയിട്ട് ഞാനിനി വീഡിയോ ചെയ്യാം, രാജുവേട്ടന് ഇനി ഒന്നും ചെയ്തു തരണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നേരെ പുറത്ത് വന്നിരുന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആളുടെ ഒരു ചെറിയൊരു വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ആണെന്നുണ്ടെങ്കിലും ആ ഒരു വേദന, ചെറിയൊരു മുറിവാണെങ്കിലും നമുക്ക് ആ ഒരു വേദന നമുക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിവിടെ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു ശ്രമത്തിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ റൂം നിങ്ങൾ ഒരിക്കലും തുറന്ന് കണ്ടിട്ടില്ലല്ലോ. ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ആദ്യം വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഈ റൂം തുറന്ന് കിടക്കുന്നുണ്ട്. അത് പണിക്കാർ പണി സാധനങ്ങൾ സൂക്ഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ന്യൂ ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് എന്ന് പേരുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ പകുതിയിൽ നിർത്തി. ഇനി എന്തായാലും ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പം ഞാൻ വീഡിയോ നിർത്തിയിട്ടാണ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ആളുടെ കൂടെ നിൽക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് കാല് നിലത്തെടുത്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കര വേദനയുണ്ട് എന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എനിക്ക് ആളുടെ വേദന കാണുമ്പോൾ എത്രയായാലും ഒരു ശരീരത്തിൽ വേദന അനുഭവിക്കുമ്പോൾ അത് അറിയാലോ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അപ്പം എനിക്കത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമാവും. അപ്പം എൻ്റെ അടുത്ത് കുറേ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് നമ്മളില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെയൊക്കെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ വിഷമം. കാരണം ഞാനപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരനെയോ അല്ലെങ്കിൽ ആളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ വരും കേട്ടോ. പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നന്നായിട്ട് നമ്മളതിനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വേഗം വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുവരെയ്ക്കൊക്കെ എന്നെ ബുദ്ധിമുട്ടിക്കാതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. ഞാൻ ഇതിപ്പോൾ ഇത്രയും എങ്ങനെയൊക്കെ പറയേണ്ടത് എനിക്കറിയില്ല കേട്ടോ. എന്നും നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ തയ്യാറായിട്ട് വന്നിരിക്കും, ഇത്രയും കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിരിക്കുക. പക്ഷെ ഒന്നും അങ്ങനെ പറയാനായിട്ട് എനിക്ക് പറ്റാറില്ല കേട്ടോ. അങ്ങനെ സാധിക്കാറില്ല. മനസ്സിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പുറത്തേക്ക് അങ്ങനെ വരാറ്. പിന്നെന്താ നമ്മൾ ട്രൈപോഡ് വെച്ചിട്ടൊന്നുമല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. കൈ കൊണ്ടാണ്, കൈ കടഞ്ഞിട്ടാണ് കേട്ടോ കൈ ഞാൻ മാറ്റി പിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട്. പിന്നെന്താ, നമുക്ക് ഈ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നല്ല കമൻസും വരുന്നുണ്ട് കേട്ടോ, നമ്മളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ. അത് ഇന്നും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇന്നൊരു കുട്ടി, പേര് ഞാൻ പറയണില്ല, ഇന്നൊരു കുട്ടിയെ നമ്മളതിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഈ വീഡിയോ ഇട്ടത് നന്നായി, ഇല്ലെങ്കിൽ ചേച്ചീനെ ഞാൻ നെഗറ്റീവ് പറഞ്ഞേനെ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിലൊരു വിഷമമൊന്നുമില്ല. പക്ഷേ വീഡിയോസ് നിങ്ങൾ കാണണം, കണ്ടാലല്ലേ അറിയുള്ളൂ. ആദ്യം നമ്മളതിനെ എങ്ങനെയാണെന്നുള്ളത് ആദ്യം അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ രാജുവേട്ടന് ഇതൊക്കെ പറ്റി മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ആളവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാല് നിലത്ത് വെക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇപ്പം നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ അതുമല്ല ശരിക്കും തലയിണയൊക്കെ വെച്ചിട്ടാണ് ഉയരമൊക്കെ ക്രമീകരിച്ചിട്ടാണ് കേട്ടോ ആളിരിക്കുന്നത്. പിന്നെ കിടക്കണ നേരാകുമ്പോഴൊക്കെ കാല് എടുത്ത് വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലൊന്നും പറയണില്ല. അപ്പോൾ ഇനി നമുക്ക് നാളെ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ.